നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആമയിഴഞ്ചാൻ തോട്ടിൽ ഒരു വലിയ അപകടം നടക്കുന്നു. കേരളം ഒന്നാകെ ഒരു മനുഷ്യന്റെ ജീവന് വേണ്ടി 4 ദിവസത്തോളം പ്രാർത്ഥിക്കുന്നു. കുറെ മനുഷ്യർ അഴുക്കുചാലിലിറങ്ങി അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നു. ഒടുവിൽ ആ ശ്രമങ്ങളെല്ലാം പാഴാകുന്നു. അദ്ദേഹത്തിന്റെ മൃതദേഹമാണ് നമുക്ക് കിട്ടിയത്. ഈ നേരത്തെല്ലാം തിരുവനന്തപുരത്തുകാർ അന്വേഷിച്ച ഒരാളുണ്ട്. വേറെ ആരുമല്ല, തിരുവനന്തപുരത്തിന്റെ MP ശശി തരൂർ. അദ്ദേഹത്തെ മഷിയിട്ട് നോക്കിയിട്ട് കണ്ടില്ല. എവിടെ ആയിരുന്നു എന്ന് പോലും വ്യക്തമായിരുന്നില്ല. തിരുവനന്തപുരത്ത് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴൊന്നും ഈ MP-യെ കാണാനേ കിട്ടില്ല. പക്ഷേ ഇപ്പോൾ അതല്ല പ്രശ്നം. ആ വഴിക്ക് തിരിഞ്ഞു നോക്കിയില്ല എന്നതോ പോട്ടെ, കുഴപ്പമില്ല. മൂപ്പരങ്ങനെയാണെന്ന് നമുക്കറിയാം. ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ഏരിയയിലേക്ക് തിരിഞ്ഞു നോക്കുന്ന ആളല്ല. പക്ഷേ വന്നിരുന്ന് വിടുവായത്തവും മണ്ടത്തരവും വിളിച്ചു പറയരുത്. ആമയിഴഞ്ചാൻ തോട്ടിൽ ജോയ് മരിച്ചതുമായി ബന്ധപ്പെട്ട് വളരെ വിചിത്രമായിട്ടുള്ള ഒരു പരാമർശമാണ് ഇപ്പോൾ ശശി തരൂർ MP നടത്തിയിരിക്കുന്നത്. അപകടമുണ്ടായപ്പോൾ ഞാൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടില്ലേ, വേറെന്ത് ചെയ്യാനാണെന്നായിരുന്നു തരൂരിന്റെ പ്രസ്താവന. ഒരു MP-യുടെ ഉത്തരവാദിത്വം അല്ല ഇതെന്നും താൻ ആ സമയത്ത് വയനാട്ടിലായിരുന്നുവെന്നും സംഭവ സമയത്തെ സ്ഥലം MP-യുടെ സാന്നിധ്യം ചോദ്യം ചെയ്ത മാധ്യമങ്ങളോട് തരൂര് പറഞ്ഞതാണ്. നല്ല ഒന്നാം തരം മറുപടിയാണ് കൊടുത്തിരിക്കുന്നത്. അപകട സമയത്ത് താങ്കൾ ഇവിടെ ഉണ്ടാകാതിരുന്നത് വളരെ നന്നായി, അല്ലെങ്കിൽ ഇതിലും വലിയ മണ്ടത്തരങ്ങളൊക്കെ കേരളം കേൾക്കേണ്ടി വന്നേനെ. കഷ്ടം തന്നെയാണ്. ഈ മനുഷ്യരെല്ലാവരും വോട്ട് ചെയ്താണ് നിങ്ങൾ ജയിച്ചത് എന്ന ബോധമെങ്കിലും ഉണ്ടാകണം. MP ആയതുകൊണ്ട് ഈ കാര്യങ്ങളൊന്നും എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല, ഞാൻ ഇവിടുത്തെ കാര്യങ്ങളൊന്നും നോക്കേണ്ട ആളല്ല, അങ്ങ് പാർലമെന്റിൽ പോയിരുന്ന് ഞാൻ ഘോരഘോരം പ്രസംഗിച്ചോളാം എന്നൊന്നും വിടുവായത്തം വിളിച്ചു പറയരുത്. MP ആയാലും ഇനിയിപ്പോൾ MLA ആയാലും മന്ത്രി ആയാലും മുഖ്യമന്ത്രി ആയാലും അങ്ങ് പ്രധാനമന്ത്രി തന്നെ ആയാലും ജനങ്ങളുടെ വിഷയങ്ങളിൽ ഇറങ്ങി പ്രതികരിക്കേണ്ടവരാണ് രാഷ്ട്രീയക്കാർ. പക്ഷേ ഞങ്ങൾക്കിതൊന്നും പറ്റില്ല, ഞാൻ MP ആണ്, അതുകൊണ്ട് അവിടുത്തെ കാര്യങ്ങൾ നോക്കേണ്ട ആൾ ഞാനല്ല, ബാക്കിയുള്ളവരോട് ഉണ്ടല്ലോ എന്നൊന്നും പറഞ്ഞ് കൈ ഒഴിഞ്ഞിട്ട് കാര്യമില്ല. എന്തുകൊണ്ട് താങ്കൾ തെരഞ്ഞെടുപ്പിൽ നിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നില്ല? നിങ്ങൾ എന്നെ ജയിപ്പിച്ചു വിട്ടോളൂ, പക്ഷെ ഇവിടുത്തെ കാര്യങ്ങളിലൊന്നും ഞാനല്ലല്ലോ ഇടപെടേണ്ടത്, ഇവിടെയുള്ള ബാക്കിയുള്ള ആൾക്കാർ നോക്കിക്കോളും എന്ന് പറയാത്തത് എന്താണ്? 10 വോട്ട് തികച്ചു കിട്ടില്ല ഇത്തരത്തിൽ പിന്നീട് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്ക് വലിയ ചക്രവർത്തമാനമൊക്കെ പറഞ്ഞ് ശശി തരൂർ വരും. ഞാൻ മറിക്കും, മലമറിക്കും എന്നൊക്കെ പറഞ്ഞാണ് ശശി തരൂർ പ്രചാരണമൊക്കെ നടത്തുന്നത്. ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ മൂപ്പരെ കണി കാണാൻ കിട്ടത്തില്ല. തിരുവനന്തപുരത്തിന്റെ വലിയ ഒരു പ്രതിഭാസമാണ് ഇത്. എന്തായാലും മൂപ്പരെ ജയിപ്പിച്ചു വിട്ട തിരുവനന്തപുരത്തുകാർക്ക് നല്ല നമസ്കാരം. ഇത് മാത്രമല്ല, മറ്റു ചില കാര്യങ്ങളിൽ കൂടി ഇന്ന് MP പ്രതികരിച്ചിരുന്നു. കർണാടകയിലെ പ്രാദേശികവാദത്തിലും തരൂർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. അവർ എന്തിനാണ് അങ്ങനെ ചിന്തിച്ചത് എന്ന് അറിയില്ല എന്നായിരുന്നു വിഷയത്തിൽ ശശി തരൂരിന്റെ മറുപടി. ബുദ്ധിയില്ലാത്ത കാര്യമാണതെന്നും അവരത് പിൻവലിക്കാൻ തീരുമാനിച്ചത് നല്ല തീരുമാനമാണെന്നും ഇതാരുടെ ബുദ്ധിയാണെന്ന് അറിയില്ല എന്നും തരൂര് പ്രതികരിച്ചത്. കൂട്ടത്തിലുള്ളവർക്കും ഇട്ടുകൊടുത്തിട്ടുണ്ട്. ഇവിടെ ജോയ് മരിച്ച് അതിന്റെ വിഷമത്തിൽ നിന്ന് കേരളം മുക്തമായിട്ടില്ല. പക്ഷേ തരൂരിന് വീണവായനയാണ്. ഇവിടെ തിരുവനന്തപുരത്ത് ആരെവിടെ വീണ് മരിച്ചാലും അതൊന്നും മൂപ്പർക്കൊരു വിഷയമേ അല്ല. മൂപ്പർക്ക് പ്രധാന പ്രശ്നം ശ്രീലങ്കയ്ക്കെതിരായ ഏകദിന 2020 മത്സരങ്ങൾക്കുള്ള ഇന്ത്യൻ ടീമിനെ നേരത്തെ BCCI പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഇതിലെ ഏറ്റവും വലിയ ഞെട്ടിക്കുന്ന തീരുമാനം ഏകദിന ടീമിൽ സഞ്ജു സാംസൺ ഇല്ല എന്നതാണ്. അതാണ് മൂപ്പരെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാന വിഷയം. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ സെഞ്ചുറിയോടെ സഞ്ജുവിനെ നിർഭാഗ്യമെല്ലാം വിട്ടുപോകുമെന്നായിരുന്നു കരുതിയത്. എന്നാൽ അവസാന മത്സരത്തിൽ സെഞ്ചുറി ഉണ്ടായിട്ടും സഞ്ജുവിനെ തഴയുകയായിരുന്നു. ഈ വിഷയത്തിലാണ് ശശി തരൂർ തന്റെ വേദന പങ്കുവച്ചിരിക്കുന്നത്. ടീമിന്റെ തീരുമാനങ്ങൾ അവിശ്വസനീയമാണെന്നാണ് ശശി തരൂർ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഒരു മനുഷ്യൻ അഴുക്കുചാലിൽ വീണ് മരിച്ചതാണോ മൂപ്പർക്ക് വലിയ കാര്യം, അതോ ഇപ്പോൾ ക്രിക്കറ്റിൽ സഞ്ജു സാംസന്റെ കാര്യമാണോ? അതെ, സഞ്ജു സാംസണും നമുക്ക് മലയാളികൾക്ക് അഭിമാനം തന്നെയാണ്. അതൊക്കെ മറ്റൊരു വിഷയമാണ്. ഇത്തരത്തിലൊരു അവസരത്തിലല്ല അതിനെക്കുറിച്ചൊന്നും പ്രതികരിക്കേണ്ടത്. പക്ഷേ ശശി തരൂരിന് അതാണ് പ്രധാന പ്രശ്നം. ഇവരൊക്കെ എന്ത് തരം ജനപ്രതിനിധികളാണെന്ന് ചോദിക്കാതെ മറ്റ് തരമില്ല. കാരണം സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങളൊക്കെ, അല്ലെങ്കിൽ ജനപ്രതിനിധികൾ ഏത് പാർട്ടി വേണമെങ്കിലും ആയിക്കോട്ടെ, എല്ലാ ജനപ്രതിനിധികളും സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾക്ക് വേണ്ടിയാണ് നിൽക്കേണ്ടത്, അവരുടെ ശബ്ദമാകുകയാണ് ചെയ്യേണ്ടത്. പക്ഷേ ജയിപ്പിച്ച് വിടുന്ന ഇവരെ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ജനപ്രതിനിധികൾ തിരിഞ്ഞു നോക്കില്ല എന്നത് എത്ര ദൗർഭാഗ്യകരമായ ഒരു കാര്യമാണെന്ന് ആലോചിച്ചു നോക്കണം.
എന്തായാലും ശശി തരൂരിന് ഇനി തിരുവനന്തപുരത്ത് നിന്ന് ജയിക്കാമെന്ന ആത്മവിശ്വാസമൊന്നും വേണ്ട. എല്ലാ തവണയും ശശി തരൂർ അവസാന നിമിഷം ജയിച്ചു കയറുന്ന ആളാണ്. പക്ഷേ ഇനി ഒരു തെരഞ്ഞെടുപ്പിൽ ശശി തരൂർ നിന്നാൽ ജയിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഇച്ചിരി പാടാം. കാരണം മൂപ്പരുടെ തനി നിറം എന്താണെന്ന് തിരുവനന്തപുരത്തുകാർ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ശശി തരൂർ ഇപ്പോൾ എയറിലാണ്. മണ്ടത്തരം വിളിച്ചു പറഞ്ഞാൽ പിന്നെ എയറിൽ കയറ്റി ട്രോളന്മാർ താലോലിക്കാതിരിക്കുമോ? ജോയിയുടെ കാര്യത്തിൽ എനിക്കൊന്നും ചെയ്യാനില്ല എന്ന് നിരുപാധികം പറഞ്ഞ് കൈയൊഴിഞ്ഞിരിക്കുകയാണ് MP.